ഇതാണ് ഈ ചാപ്റ്ററിലെ. സോ നമ്മൾ മൂവ് ചെയ്യുന്നു. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് ഒരുപാട് പേപ്പറുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ചേർന്ന് എന്തുണ്ടാവുന്നു? കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന H2CO3 സോഡ ഉണ്ടാകുന്നു എന്നുള്ള റിയാക്ഷൻ. അപ്പം ഇത് ആരാ നടത്തുന്നത്? ഇത് കാർബോണിക് അൺഹൈഡ്രേസ് ആണ്. ഇതിനകത്ത് ഒരു തർക്കവും ഇല്ല, ആർക്കും അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. ഈ ഒരു CO2 + H2O എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കാർബോണിക് അൺഹൈഡ്രേസ് ആണ്. ഇതില്ലാത്ത പേപ്പറുകൾ ഒരുപാട് അതിനകത്ത് നമ്മൾ കണ്ടു ഈ ഒരു ക്വസ്റ്റ്യൻ. സോ എനിക്ക് തോന്നുന്നില്ല ഇത് എഴുതേണ്ട ആവശ്യം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ദിസ് ഈസ് അത്രയും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സൗണ്ട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച്, കേൾക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അങ്ങനെയെങ്കിൽ പെട്ടെന്ന് ഇതിനകത്ത് എഴുതി വെക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കൂ. സോ നമുക്ക് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. എല്ലാം കൂടി എഴുതി വെക്കണ്ട, ഇത് കാർബോണിക് അൺഹൈഡ്രേസ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഒന്നും പഠിച്ചില്ലെങ്കിലും ബയോളജിയിൽ ഈ ഗ്രാഫ് പഠിക്കാണ്ട് നിങ്ങൾ പോകണ്ട. അത് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. 1 2 3 4 അങ്ങോട്ട് പോയിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. 4 അവിടെ 4 ആയി, 5 6 7 8 തവണ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോളജിയിൽ തന്നെ ഏറ്റവും അധികം ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നതിനകത്ത ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ചോദിക്കുന്നത് ഈ ഗ്രാഫ് എന്താണെന്നാണ്. ഇത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് എഴുതിയാൽ ബെറ്ററായി. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അപ്പം ഇത് അതിനകത്ത് ദെൻ റൈറ്റ് ഡൗൺ ദ ഫേവറബിൾ ഫാക്ടേഴ്സ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ആൽവിയോളൈ. അപ്പം അതിൻ്റെ ബാക്കി തന്നെയാണ് അവിടെ ഒരുമിച്ചാണ് വരേണ്ടത്. ആൽവിയോളൈ. ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഫേവറബിളായി വരേണ്ടത് എന്നുള്ളതാണ്. ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടിച്ചേരുക. ലങ്സിലാണ് അത് സംഭവിക്കുന്നത്. അപ്പം അവിടെ നമുക്കറിയാം ലങ്സിൽ എന്താണ്. അപ്പം ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ് ഈ ഒരു ഗ്രാഫ്. വാട്ട് ഡസ് ദിസ് ഗ്രാഫ് റെപ്രസെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ്? ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അപ്പം അത് നിങ്ങൾ അതിനകത്ത് എഴുതി കഴിഞ്ഞു. ഇനി അതിനകത്ത് ചോദ്യം ഇതാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിൻ്റെ ഓക്സി ഹീമോഗ്ലോബിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഓക്കെ, അപ്പം ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ചിലപ്പം ചോദിക്കാം. ഈ ഗ്രാഫിൻ്റെ ഈ ഒരു ആകൃതി ഉണ്ടല്ലോ, ഇങ്ങനെ പോകുന്ന ഈ ആകൃതി, ഇതൊരു എസ് ഷേപ്പാണ്. ഇത് കണ്ടില്ലേ, ഒരു എസ് പോലെ എസ് ഇങ്ങനെ വരച്ചാൽ. അപ്പം ഈ ഒരു ഷേപ്പിനെയാണ് സിഗ്മോയിഡ് ഷേപ്പ് എന്ന് വിളിക്കുന്നത്. ചിലപ്പം ചോദിക്കാം ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? സിഗ്മോയിഡ് ഷേപ്പാണ്. എന്ത് ഷേപ്പാണ്? സിഗ്മോയിഡ് ഷേപ്പ്. ഈ ഗ്രാഫിൻ്റെ ആകൃതിക്ക് വിളിക്കുന്ന പേരാണ് സിഗ്മോയിഡ് ഷേപ്പ്. ഇനി ചോദിക്കുന്നത് നമുക്കറിയാം 2 കാര്യങ്ങളാണ്. അപ്പോൾ സിഗ്മോയിഡ് ഷേപ്പാണ് ഇതിൻ്റെ ഷേപ്പ് എന്നും കൂടി എഴുതി വെച്ചോളൂ. സിഗ്മോയിഡ് ഷേപ്പ്. സോ വി ആർ മൂവിങ് ഇൻ ടു നെക്സ്റ്റ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്സി ഹീമോഗ്ലോബിൻ ആണ്. ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസോസിയേഷനാണ്, കൂടിച്ചേരലാണ്, ലങ്സിൽ വെച്ചിട്ടാണ്. അപ്പം ഈ ഗ്രാഫിൽ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസോസിയേഷൻ, കൂടിച്ചേരുകയാണ്. ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ചേർന്നതിനെയാണ് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുക. അത് ലങ്സിലാണ് നടക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലങ്സിലാണ് അത് ഓക്സിജൻ ഹീമോഗ്ലോബിൻ എടുത്തിട്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ലങ്സിൽ വെച്ചിട്ടാണ് ഹീമോഗ്ലോബിനിലോട്ട് ഓക്സിജൻ കയറുക. അപ്പോൾ അതിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫേവറബിൾ ഫാക്ടേഴ്സ്. ലങ്സിൽ ആണ് ഓക്സിജൻ ഹീമോഗ്ലോബിനിലോട്ട് കയറണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം? ഓക്സിജൻ്റെ പ്രഷർ എന്ത് ചെയ്യണം? കൂടുതലാണ്. ഓക്സിജൻ്റെ പ്രഷർ കൂടുതലാണ്. ബാക്കിയെല്ലാം അതിനകത്ത് എന്ത് ചെയ്യുക? PCO2 കുറവാണ്. pH എന്താണ്? കുറവാണ്. pH
പി എച്ച് ലെങ്സിൽ എന്താണ് പി എച്ച് എച്ച് പ്ലസിൻ്റെ നോക്കിയാൽ മതി കേട്ടോ. എച്ച് പ്ലസ് ലെങ്സിൽ കുറവാണ്, അപ്പം പി എച്ച് കൂടുതലാണ്. മനസ്സിലായില്ലേ? എച്ച് പ്ലസ് കുറവാണ് കേട്ടോ, ഇതാണ് എഴുതേണ്ടത്. എച്ച് പ്ലസ് കുറവും പി എച്ച് കൂടുതലുമാണ്. അപ്പം എച്ച് പ്ലസ് കുറവാണ്, ബാക്കിയല്ല. അപ്പം 4 ഫാക്ടേഴ്സാണ്. ഒന്ന് PO2, ഒന്ന് PCO2, ഒന്ന് എച്ച് പ്ലസ്, പിന്നെ ടെമ്പറേച്ചർ. അതിൽ ലങ്സിൽ ഓക്സിജൻ മാത്രമാണ് കൂടുതൽ, ബാക്കിയൊക്കെ കുറവാണ്. ഇനി ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്ന് വിട്ടുപോകുക. ഇനിയിപ്പം ടിഷ്യൂവിലെത്തും. ഇനിയിപ്പം ലങ്സിൽ നിന്ന് എന്ത് ചെയ്തു? ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്ന്. ഇപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിൻ എന്ന ബസ്സിൽ കയറി ഓക്സിജൻ ലങ്സിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു? ശ്വാസം വലിച്ചു. അപ്പോൾ ഇവിടെ റൂമിലിരിക്കുന്ന ഓക്സിജൻ നിങ്ങളുടെ ലങ്സിലെത്തി. ലങ്സ് കയറി കഴിഞ്ഞാൽ ലങ്സിൽ ബസ്സുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്സിജൻ എന്ത് ചെയ്തു? ആ ബസ് കയറും, ഹീമോഗ്ലോബിൻ എന്നുള്ള ബസ്സിൽ കയറും. അങ്ങനെ ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തും. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് ഓക്സിജൻ എന്ത് ചെയ്യും? ബസ്സിൽ നിന്ന് ഇറങ്ങും, ഹീമോഗ്ലോബിൻ ഇറങ്ങും. അപ്പോൾ ഇറങ്ങുന്നതിനെയാണ് ഡിസോസിയേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഓക്സിജൻ ഇറക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഓക്സിജൻ വേണം. അപ്പം ഹീമോഗ്ലോബിനിൽ പോയിട്ട് ബ്രെയിനിലെത്തുമ്പോൾ അവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങുന്നതിനെയാണ് ഡിസോസിയേഷൻ എന്ന് വിളിക്കുക. അപ്പം ഡിസോസിയേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അസോസിയേഷനെ ലങ്സ് ഒക്കെയാണ്. അസോസിയേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാൽ ഇതാണ്. അസോസിയേഷൻ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലങ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിന് എന്താണ് ഓക്സി ഹീമോഗ്ലോബിൻ നടക്കണമെങ്കിൽ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ ഫേവറബിൾ ഫാക്ടേഴ്സാണ്. ഡിസോസിയേഷനെ ഫേവർ ചെയ്യുന്നത്, അതായത് വിട്ടുപോവുകയാണ് ഹീമോഗ്ലോബിൻ. വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ടിഷ്യൂസിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നേരെ ഓപ്പോസിറ്റാണ്. ടിഷ്യൂസിൽ ഓക്സിജൻ കുറവും ബാക്കിയൊക്കെ കൂടുതലുമാണ്. ബാക്കി ടെമ്പറേച്ചർ ബാക്കിയൊക്കെ കൂടുതലുമാണ്. ബാക്കിയൊക്കെ എന്താണ്? കൂടുതലുമാണ്. ടെമ്പറേച്ചറും എന്താണ്? കൂടുതലാണ്. അപ്പം ഇതാണ് ഇതിനകത്ത് എഴുതി വെക്കേണ്ടത്. നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഈ ഗ്രാഫ് ഇല്ലാണ്ട് ഇന്നേ വരെ പരീക്ഷ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അവസാനത്തെ 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അതിൻ്റെ മോഡലും അതുപോലെ നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ. അതിൽ 8 തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. 8 തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാറുണ്ട് അസോസിയേഷൻ ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഫേവറബിൾ ഫാക്ടേഴ്സ് എന്താണ്. അത് പഠിക്കാനും ഭയങ്കര സുഖമാണ്. PO2 കൂടുതലാണ്, PCO2 കുറവാണ്, H+ കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഇറങ്ങിപ്പോവാം. അപ്പം അതെവിടെയാണ് നടക്കുക? ബ്രെയിനിൽ, കയ്യിൽ, കാലിൽ ഓക്സിജൻ ഇറങ്ങിപ്പോവും. ആവശ്യമുള്ള സ്ഥലത്ത് ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഇറക്കി കൊടുക്കും. അപ്പോൾ ഇറങ്ങണമെങ്കിൽ അവിടെ എന്താ അവസ്ഥ ഉണ്ടാവുക? അവിടെ ഓക്സിജൻ കുറവായിരിക്കും. അതുകൊണ്ടല്ലേ ഓക്സിജൻ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഓക്സിജൻ ഇറങ്ങിപ്പോകുന്നത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ കൂടുതലായിരിക്കും. അവിടെ ബ്രെയിനിലൊക്കെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബ്രെയിനിലുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ കട്ടിങ്ങാണ്, ഭക്ഷണം കട്ട് ചെയ്യാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ H+ അങ്ങനെ തന്നെയാണ്. അവിടെ ആസിഡാണ്, H+ ആണ്, കൂടുതലാണ്. ടിഷ്യൂവിലൊക്കെ ലങ്സിൽ H+ കുറവാണ്, ടെമ്പറേച്ചറും കുറവാണ്. അപ്പോൾ ഓക്സിജൻ മാത്രമേ ലങ്സിൽ കൂടുതലുള്ളൂ. ബാക്കി ഫാക്ടേഴ്സ് PCO2, H+, ടെമ്പറേച്ചറൊക്കെ കുറവാണ്. ടിഷ്യൂവിൽ നേരെ തിരിച്ചാണ്, ഓക്സിജൻ കുറവും ബാക്കിയെല്ലാം കൂടുതലും. അപ്പം ഇങ്ങനെ അതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ആരോ ഇടുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? PO2 ഡിക്രീസ് എന്ന് എഴുതിയാൽ നല്ലതാണ് കേട്ടോ. ചിലപ്പം ചിലർക്ക് ഈ ആരോ അങ്ങോട്ട് പിടിക്കില്ല. ഇത് ഇൻക്രീസ് എന്നാണ്. മുകളിലോട്ട് ഇടുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻക്രീസ് എന്ന് എഴുതുക ബ്രാക്കറ്റിൽ. ഓക്കെ, ഇത് അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കൂ. ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. ഒന്നും പറയുന്നില്ല, കേൾക്കുന്നില്ലേ? ഇത് മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. ഇത് ഈ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിനകത്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദാറ്റ്. അപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. ഇതിനകത്ത് വീണ്ടും ഇത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ 2 ക്വസ്റ്റ്യൻ പഠിക്കാണ്ട് ഈ ചാപ്റ്റർ പഠിക്കേണ്ട. വീണ്ടും ചോദിച്ചിരിക്കുന്നു CO2 + H2O എന്താണ്? ഇത് നടത്തുന്ന എൻസൈമിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ എൻസൈമിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? കാർബോണിക്
അൺഹൈഡ്രേസ്. അപ്പോൾ ഇത് സോഡ ഉണ്ടാക്കുന്നത് എന്താണ്? ഇത് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും നമുക്ക് കുടിക്കുന്ന സോഡ പോലെയാവും. H2CO3 കാർബോണിക് ആസിഡ് എന്താണ്? കാർബോണിക് അൺഹൈഡ്രേസ് ആണ് ഇത് നടത്തുന്നത്. നെയിം ദ എൻസൈം വിച്ച് കാറ്റലൈസസ് ദിസ് റിയാക്ഷൻ. വിച്ച് കാറ്റലൈസ്. അപ്പോൾ ഇത് കാറ്റലൈസ് ചെയ്യുന്നത്, ഇതിൽ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ എൻസൈമാണ് കാർബോണിക് അൺഹൈഡ്രേസ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് എ 5 സ്റ്റാർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ. അപ്പം ഇത് നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ ആണോ? ആണെങ്കിൽ ലൈക്ക് അടിക്കൂ. ഓക്കെ, സോ അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് വീണ്ടും ചോദിച്ചിരിക്കുന്നു, ഗ്രാഫ് തന്നെയാണ്. മെൻഷൻ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ ഫോർമേഷൻ, അല്ലെങ്കിൽ ഫോർമേഷൻ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ലങ്സിൽ വെച്ചാണ്. ഓക്സി ഹീമോഗ്ലോബിൻ എവിടെ വെച്ചാൽ ഉണ്ടാവുക? ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഹീമോഗ്ലോബിനോട് കൂടിച്ചേരുന്നത് ലങ്സിൽ വെച്ചാണ്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു അവിടെ എന്തൊക്കെയാണ്? അവിടെ ലങ്സിൽ എന്താണ്? ഓക്സിജൻ്റെ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ബാക്കിയെല്ലാം എന്താണ്? കുറവാണ്. ബാക്കിയെല്ലാം കുറവാണ്. ബാക്കി ഏതൊക്കെയാണ്? PCO2, H+ കോൺസെൻട്രേഷൻ ആട്ടോ. H+ൻ്റെ അളവാണ്, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ടെമ്പറേച്ചർ, ഇതൊക്കെ കുറവാണ്. ഓക്സിജൻ ലങ്സിൽ ഇത് മാത്രം കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഫേവറബിൾ ഫാക്ടേഴ്സ്. ഇനി ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോകും. ഇനി കോശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ അവിടെ ഇറക്കി കൊടുക്കും. അപ്പം അവിടുത്തെ ഫാക്ടേഴ്സ് ഇതിനെ തിരിച്ചുള്ള ഫാക്ടേഴ്സാണ്. അപ്പം ഡിസോസിയേഷനെ ഫേവർ ചെയ്യുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ വിട്ടുപോകുന്നതിനെ, ഓക്സിജനിൽ നിന്ന് ഹീമോഗ്ലോബിൻ വിട്ടുപോകുന്നതിനെ ഫേവർ ചെയ്യുന്നത് എന്താണ്? ഡിസോസിയേഷൻ ആണെങ്കിൽ നേരെ തിരിച്ചാണ്. PO2 കുറവ്. ഈ PO2 എന്ന് എഴുതുമ്പോഴേ P സ്മോളും മറ്റത് വലുതും അങ്ങനെയാണ് എഴുതുക. മനസ്സിലായില്ലേ? P സ്മോളും മറ്റത് വലുതും. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് P സ്മോള് PO2 കുറവ്. ബാക്കി എല്ലാം എന്താണ്? PCO2 കൂടുതൽ. പിന്നെ H+ കോൺസെൻട്രേഷൻ എന്താണ്? കൂടുതലാണ്. ടെമ്പറേച്ചറും അവിടെ എന്താണ്? കൂടുതലാണ്. അപ്പോൾ ഇവിടത്തേന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പം അത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദ്യം ഇതാണ്, ഹൗ മെനി ഓക്സിജൻ മോളിക്യൂൾസ് ക്യാൻ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി? ഒരു ഹീമോഗ്ലോബിനിൽ എത്ര ഓക്സിജൻ കയറിപ്പോകും? ഒരു ഹീമോഗ്ലോബിനിൽ നമുക്കറിയാം, നമ്മുടെ വലിക്കുന്ന ശ്വാസം ലങ്സിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിലൂടെ അതിനെ കൊണ്ടുപോകുന്ന ആളാണ് ആര്? ഹീമോഗ്ലോബിൻ. ഒരു ഹീമോഗ്ലോബിനിൽ എത്ര ഓക്സിജൻ കയറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഓക്സിജൻ. മനസ്സിലായില്ലേ? 1 ഹീമോഗ്ലോബിൻ ക്യാൻ ക്യാരി 4 ഓക്സിജൻ. അപ്പോൾ അതാണ് എഴുതേണ്ടത്. ഒരു ഹീമോഗ്ലോബിനിൽ 4 ഓക്സിജനാണ് കൊണ്ടുപോവുക. 1 ഹീമോഗ്ലോബിൻ ക്യാൻ ക്യാരി 4 ഓക്സിജൻ. അപ്പം ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനെ കൊണ്ടുപോകുന്നതും ഇറക്കി കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു ബസ്സാണ്. അപ്പോൾ ലങ്സിലോട്ടാണ് ആ ബസ് വരിക, എന്നിട്ട് കോശത്തിലോട്ട് പോയിട്ട് ഇറക്കി കൊടുക്കും. 1 ഹീമോഗ്ലോബിൻ ക്യാൻ ക്യാരി 4 ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ ആണെങ്കിൽ അതിനകത്ത് ലൈക്ക് അടിക്കുക എഴുതി കഴിഞ്ഞാൽ. അപ്പം 3 മാർക്കിന് ചോദിക്കുന്ന ബയോളജിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഈ ചാപ്റ്ററിൽ നിന്നും 8 തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണിത്. ഇതില്ലാണ്ട് ഇതുവരെ പരീക്ഷ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൻ്റെ തന്നെ എല്ലാമായ ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് മറക്കണ്ട. അതുമാത്രമല്ല, ഏറ്റവും സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഇതിനകത്ത് എഴുതി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കൂ. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ലാസ്റ്റത്തെ ക്വസ്റ്റ്യനാണ് റിപ്പീറ്റ് വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ആരെങ്കിലും എഴുതിയില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും സെയിം, ഇത് വീണ്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വീണ്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് വീണ്ടും ചോദിച്ചിരിക്കുന്നു, ഒബ്സർവ് ദ ഗ്രാഫ്, ഐഡൻറ്റിഫൈ ദ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് എന്താണ്? ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അപ്പം ഗ്രാഫിൻ്റെ പേര് ഇനി ആരും മറക്കൂല. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ്.
ഏതെങ്കിലും 2 ഫാക്ടേഴ്സാണ് എഴുതാൻ. അപ്പം നിങ്ങൾ PO2 എന്ന് എഴുതുന്നതിൻ്റെ ശരിക്കും നമ്മൾ കുറേ PO2 എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ശരിക്കും എന്താണെന്നറിയോ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നാണ്. അപ്പം ഇതിന് നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടാൻ ഇങ്ങനെ എഴുതി വെക്കൂ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് പഠിക്കുക. ഇപ്പം നിങ്ങൾക്കത് പഠിക്കാൻ എളുപ്പമായി. അതുപോലെ PCO2 എന്താണ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. P എന്ന് പറഞ്ഞാൽ പ്രഷർ എന്നാണ്, വെറും പ്രഷറല്ല, പാർഷ്യൽ പ്രഷറാണ്. അപ്പം അങ്ങനെ എഴുതി വെക്കൂ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. മൂന്നാമത്തത് H+ അയോൺ കോൺസെൻട്രേഷൻ, അങ്ങനെ തന്നെ എഴുതി വെക്കൂ. അപ്പം 4 ഫാക്ടേഴ്സിൽ നിങ്ങൾ ഏതെങ്കിലും ഫാക്ടേഴ്സ് എഴുതിയാൽ മതി. ലാസ്റ്റ് ടെമ്പറേച്ചർ. അപ്പം ഇതാണ് ആ ഫാക്ടേഴ്സ് ശരിക്കും എഴുതേണ്ടത്. PO2 എന്ന് പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ ബ്രാക്കറ്റിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് എഴുതി വെക്കണം. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഗ്രാഫ് എന്ന് ചോദിച്ചിട്ടുണ്ട്, 1 മാർക്കിനാണ്. അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, മനസ്സിലായില്ലേ? ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് PO2 എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതി വെക്കുക, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. PCO2 എന്താണ്? അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ്? PO2 ഉണ്ട്, PCO2 ഉണ്ട്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് PCO2. H+ അയോൺ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ, ഇതാണ് 4 ഫാക്ടേഴ്സ്. അപ്പം 4 ഫാക്ടേഴ്സും നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്നാണ് ഞാൻ ഇതിനകത്ത് വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു സിഗ്നിഫിക്കൻസ്. നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് എവിടെ, അതിനകത്ത് നിങ്ങൾ നോട്ട് നോക്കിയാൽ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതിനകത്ത് 1 മിനിറ്റ്, ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ആൻസർ ലൈപ്പേഴ്സ് അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇത് ഫേവറബിൾ ഫാക്ടേഴ്സ്, ഡിസോസിയേഷൻ, ഇതെല്ലാം നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു. ഇത് ഗ്രാഫിൻ്റെ പേര് ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ, ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. നെയിം ഓഫ് ദ ഗ്രാഫ്, 1 മിനിറ്റ്, നെയിം ഓഫ് ദ ഗ്രാഫ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. നെയിം ഓഫ് ഗ്രാഫ്, എൻ്റെ ആൻസർ ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ, ഇത് ബീൻ്റെ ആൻസറാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇത് എക്സ്ട്രാ നമ്മൾ പറഞ്ഞതാണ്, ഇതിൻ്റെ പെടുന്നതല്ല, ഇത് എക്സ്ട്രാ പറഞ്ഞതാണ്. ഓക്കെ, അതതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കാനാണ്. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാർബോണിക് അൺഹൈഡ്രേസ് ആണ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ആൻസർ കാർബോണിക് അൺഹൈഡ്രേസ് ആണ്. കാർബോണിക് അൺഹൈഡ്രേസ്. ഓക്കെ, ഇത് പിന്നെ നമ്മളിതിനകത്ത് വീണ്ടും ഓക്സിജൻ, ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞതാണ്. ഇത് സിയുടെ ആൻസർ നമ്മളിവിടെ പറഞ്ഞു. സി ഇതിനകത്ത് എന്താ വന്നിരിക്കുന്നത്, ഒരു AMB ഒക്കെ ഇവിടെ. മെൻഷൻ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ആൽവേലി, ഹൗ മെനി ഓക്സിജൻ മോളിക്യൂൾസ് ക്യാരി. പിന്നെ മെൻഷൻ, ഇത് B ആണ്, ഇത് ഗ്രാഫിൽ എന്തോ ഉണ്ട്. എനിവേ, മെൻഷൻ ദ വിച്ച് ഫേവേഴ്സ്, അതിനകത്ത് മെൻഷൻ ദ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇത്. ഒന്നാമത്തിൻ്റെ ആൻസറാണ് ഇത്. ഒന്നാമത്തിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം അതിനകത്ത് നിങ്ങൾ പാർഷ്യൽ പ്രഷർ എന്ന് എഴുതണം. PO2 എന്ത് എഴുതണം? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. PCO2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. പാർഷ്യൽ പ്രഷർ ഓഫ് CO2. H+ കോൺസെൻട്രേഷൻ, H+ അയോൺ കോൺസെൻട്രേഷൻ. പിന്നീട് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഐഡൻറ്റിഫൈ ദ ഗ്രാഫ്, റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് 1, 2, 3. അതിൽ ഒന്നാമത്തിൻ്റെ ആൻസർ എന്താണ്? ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. രണ്ടാമത്തിൻ്റെ ആൻസർ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതിൽ നിങ്ങൾക്ക് 2 എഴുതാൻ പറഞ്ഞത്, ഏതെങ്കിലും എഴുതാം. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ
പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ H+ അയോൺ കോൺസെൻട്രേഷൻ ഉണ്ട്, H+ അയോൺ കോൺസെൻട്രേഷൻ, പിന്നെ ടെമ്പറേച്ചർ. ഇതാണ് 4 ഫാക്ടേഴ്സ്. ഇതിൽ ഓക്സിജൻ ലങ്സിൽ കൂടും, ബാക്കിയൊക്കെ കുറയും. ടിഷ്യൂസിൽ നേരെ തിരിച്ച്. ഇനി മൂന്നാമത്തേത് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. സിഗ്നിഫിക്കൻസ് നമ്മളിവിടെ ഫസ്റ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത്. സിഗ്നിഫിക്കൻസ് എന്താണ്? യൂസിങ് ദിസ് വി ക്യാൻ സ്റ്റഡി എഫക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ്? PO2, PCO2, H+ അയോൺ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. അതിൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത് ലങ്സിൽ അത് കൂടുമ്പം ലങ്സിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് കൂടും എന്ന് പറയാം. നമ്മൾ പറഞ്ഞല്ലോ, ലങ്സിൽ കൂടുന്നതും കുറയുന്നതും, അതുപോലെ ടിഷ്യൂസിൽ കൂടുന്നതും കുറയുന്നു. അപ്പം ലങ്സിൽ വെച്ച് അസോസിയേഷൻ നടക്കും. എന്തുകൊണ്ട്? അവിടെ ഓക്സിജൻ കൂടുതലാണ്, ബാക്കിയൊക്കെ കുറവാണ്. ഇനി ടിഷ്യൂവിലെത്തുമ്പോൾ ഓക്സിജൻ എന്താവും? ഹീമോഗ്ലോബിൻ ഇറങ്ങിപ്പോവും. എന്തുകൊണ്ട്? അവിടെ ഓക്സിജൻ കുറവാണ് ടിഷ്യൂസിൽ. ബ്രെയിന് അല്ലെങ്കിൽ വേറെ കോശങ്ങളിലൊക്കെ എത്തുമ്പോൾ ഈ ഓക്സിജൻ അവിടെ ഇറങ്ങിപ്പോവും. കാരണം ഓക്സിജൻ അവിടെ ആവശ്യമാണ്. ഓക്സിജൻ എന്തിനാ കൊണ്ടുപോകുന്നത്? അവിടെ ഇറക്കി കൊടുക്കാനാണ്. അപ്പോൾ ഇറങ്ങും. എന്തുകൊണ്ട്? അവിടെ ഓക്സിജൻ കുറവും ബാക്കിയുള്ളതൊക്കെ കൂടുതലുമാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ ഈ ഗ്രാഫ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ IRV, ERV, TV, RV ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിനകത്ത് നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ കംപ്ലീറ്റ് അതിനകത്ത് പഠിച്ചു വെക്കണം. IRV നമ്മൾ പറഞ്ഞതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. IRV എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്നാണ്. ദ വോളിയം ഓഫ് എയർ വിച്ച് എൻറ്റേഴ്സ് ദ ലങ്സ്. ദ വോളിയം ഓഫ് എയർ വിച്ച് എൻറ്റേഴ്സ്, ഇതിനെ മലയാളം അടക്കം എഴുതി വെച്ചതാട്ടോ, അതുകൊണ്ട് വല്ലാണ്ട് അതിനകത്ത് ഇനി എഴുതേണ്ട ആവശ്യതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ദ വോളിയം ഓഫ് എയർ വിച്ച് എൻറ്റേഴ്സ് ലങ്സ്, എപ്പം നമ്മൾ ബലം കൊടുത്ത് എടുക്കുമ്പോൾ. ആഫ്റ്റർ ദ അഡീഷണൽ വോളിയമാണ്, എക്സ്ട്രാ കയറുന്നതാണ് കേട്ടോ. ദ അഡീഷണൽ വോളിയം ഓഫ് എയർ എന്ന് പറയണം. അഡീഷണൽ വോളിയം ഓഫ് എയർ വിച്ച് എൻറ്റേഴ്സ് ലങ്സ്, എപ്പം നമ്മൾ ബലം കൊടുക്കുമ്പോൾ. ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ, നമ്മൾ ബലം ഉപയോഗിച്ച് ഉള്ളിലേക്ക് എടുക്കുകയാണ്. എപ്പം? ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ വിച്ച് എൻറ്റേഴ്സ് ലങ്സ് ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ എന്നാണ്. നമ്മൾ വലിച്ചെടുക്കുമ്പം കയറുന്നതാണ്. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നറിയാം? അതിൻ്റെ മുന്നേ നമ്മൾ ശ്വാസം സാധാരണ പോലെ വിടണം. ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ, അതാണ് അവിടെ കണ്ടീഷൻ. അതായത് അതിൻ്റെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ പോലെ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുക, ബലം കൊടുത്ത് പുറത്തേക്ക് വിടരുത്. സാധാരണ പോലെ 500 കയറി 500 പോകുക, എന്നിട്ട് നീട്ടി വലിക്കൂ, നീട്ടി ഉള്ളിലേക്ക് എടുക്കൂ. അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. മലയാളത്തിൽ നമ്മൾ ഇതിനെ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: സാധാരണ പോലെ ഒരാൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു, എന്നിട്ട് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്നു. അതാണ്. അപ്പം എക്സ്ട്രാ എത്ര കയറും? 2500 മുതൽ 3000 ml വരെ കയറും. ദിസ് ഈസ് ദി ആവറേജ് വോളിയം. സോ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം നമ്മൾ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി എക്സ്പിറേറ്ററി റിസർവ് വോളിയമാണ് ഇതിനകത്ത് മറ്റൊരു അളവിലുള്ളത്. എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ ഇതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞു: സാധാരണ പോലെ ശ്വാസം എടുക്കുക, ദെൻ സാധാരണ പോലെ ശ്വാസം പുറത്തേക്ക് വിടുക, നോർമൽ എക്സ്പിറേഷനാണ്. അതിനുശേഷം വലിച്ചുള്ളിലേക്ക് എടുക്കുക. ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷനാണ്, ഉള്ളിലേക്ക് വലിവും, പുറത്തേക്ക് സാധാരണ പോലെ വിട്ടതിന് ശേഷം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സാധാരണ പോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് ബലം കൊടുത്ത് പുറത്തേക്ക് വിടുക. അപ്പം പുറത്തേക്ക് പോകുന്ന അഡീഷണൽ വോളിയത്തിനെയാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അഡീഷണൽ വോളിയം ഓഫ് എയർ which goes out of the lungs. മനസ്സിലായില്ലേ? നിങ്ങളുടെ ലങ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന എക്സ്ട്രാ വോളിയം എപ്പം? ഡ്യൂറിങ് എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ, നിങ്ങൾ ബലം കൊടുത്ത് പുറത്തേക്ക് വിടുകയാണ്.
ഡ്യൂറിങ് എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. നിങ്ങൾ ബലം ഉപയോഗിച്ചിട്ട് ഹ എന്ന് പറയുമ്പം എത്ര പുറത്തേക്ക് പോകും? പക്ഷേ കണ്ടീഷൻ എന്താ? നിങ്ങൾ ആദ്യം ബലം ഉപയോഗിച്ച് വലിക്കാൻ പാടില്ല. ബലം ഉപയോഗിച്ച് വലിച്ച് ഒരുപാട് കയറിയിട്ട് പിന്നെ ബലം കൊടുക്കുമ്പം പോകുന്നത് അളവ് വേറെയാണ്. നിങ്ങൾ സാധാരണ പോലെ ശ്വാസം എടുക്കുക, സാധാരണ പോലെ ശ്വാസം എടുക്കുക, ഉള്ളിലേക്ക് സാധാരണ പോലെ എടുക്കുക, പുറത്ത് കളയുമ്പം ബലം കൊടുക്കുക ഹ. അപ്പം അതിനെയാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം, അഡീഷണൽ വോളിയം ഓഫ് ദെയർ വിച്ച് ഗോസ് ഔട്ട് ഓഫ് ദ ലങ്സ് ഡ്യൂറിങ് എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ. ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ, സാധാരണ പോലെ നിങ്ങൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പുറത്തേക്ക് ബലം കൊടുത്തോളൂ. പക്ഷെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ബലം കൊടുക്കാൻ പാടില്ല. ഉള്ളിലേക്ക് സാധാരണ പോലെ 500 എടുക്കുക, പക്ഷേ പുറത്തേക്ക് ഒരു ബലം കൊടുക്കുക ഹ എന്ന് പറയുക. അപ്പം എത്ര പുറത്തേക്ക് എക്സ്ട്രാ പോകും? അപ്പം അതിൻ്റെ വോളിയം എത്രയാണ്? 1000 മുതൽ 1100 വരെയാണ്. 1000 മുതൽ 1100 ml ആണ് അതിൻ്റെ വോളിയം വരുന്നത്. അപ്പം ഇതാണ്. അപ്പം ഇതിന് മലയാളം എഴുതേണ്ടവർ ഇങ്ങനെയാണ് എഴുതേണ്ടത്: സാധാരണ പോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതിനുശേഷം ബലം കൊടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ സാധാരണ പോകുന്നതിന് പുറമേ 1000 കൂടി പുറത്തേക്ക് പോകും. ഇതിനെയാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്. അപ്പം എക്സ്പിറേറ്ററി റിസർവ് വോളിയം അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. എക്സ്പിറേറ്ററി റിസർവ് വോളിയവും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയവും മനസ്സിലായോ? ഈ വോള്യങ്ങളും ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? IRV എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ പോലെ ശ്വാസം പുറത്തേക്ക് വിടുക. വിട്ടു, എല്ലാവരും സാധാരണ പോലെ ശ്വാസം പുറത്തേക്ക് വിട്ടേ. പുറത്തേക്കൊന്നും വിടണ്ട, സാധാരണ പോലെ എന്ന് പറഞ്ഞാൽ അങ്ങ് പോയിക്കോളൂ, ഒന്നും ചെയ്യണ്ട. ശ്വാസം പുറത്തേക്ക് പോയി. ഇനി നീട്ടി വലിച്ചേ. ഇതാണ് ഇപ്പം എത്ര എക്സ്ട്രാ കയറി എന്നുള്ളതാണ്. 500 എന്തായാലും കയറും, അത് നോക്കണ്ട. അതിന് പുറമെ എത്ര കയറും എന്നറിയോ? 2500 കൂടി കയറും. അതാണ് IRV. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ പോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. എടുക്കണ്ട, എടുത്തു കഴിഞ്ഞാൽ ബലം പ്രയോഗിക്കും. സാധാരണ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് കയറിക്കോളും. ശ്വാസം ഉള്ളിലേക്ക് കയറിയല്ലോ, ഇനി ബലം കൊടുത്ത് പുറത്തേക്ക് വിടൂ ഹ. അപ്പം എത്ര എക്സ്ട്രാ പുറത്തേക്ക് പോകും? 500 എന്തായാലും പോകുമല്ലോ. അതിന് പുറമെ 1000 കൂടി പോകും. കാരണം എന്താ? നിങ്ങൾ ഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആകുന്നത്. അപ്പം അത് രണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറാണ്. അപ്പം ഇത് ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പോൾ IRVക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശ്വാസം പൊയ്ക്കോട്ടെ, എന്നിട്ട് വലിച്ചെടുക്കും. അതാണ് IRV. IRV എന്താണ്? ശ്വാസം പൊയ്ക്കോട്ടെ, നിങ്ങൾ ബലമൊന്നും കൊടുക്കണ്ട, ശ്വാസം പൊയ്ക്കോട്ടെ പുറത്തോട്ട്. ഇനി ബലം പോയി വെച്ച് വലിച്ചെടുക്കൂ, അതാണ് IRV. എക്സ്ട്രാ കയറുന്നതാണ് IRV. ERVക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ERVക്ക് നിങ്ങൾ സാധാരണ പോലെ ഉള്ളിലോട്ട് കയറിക്കോട്ടെ, ശ്വാസം കയറിക്കോട്ടെ, കയറി ഇനി ബലം കൊടുത്ത് പുറത്തേക്ക് കളയൂ ഹാ. അതാണ് ERV. അപ്പോൾ എക്സ്ട്രാ പോകുന്നതാണ്. 500 എന്തായാലും പോകും, അതിന് പുറമേ പോകുന്നതാണ് ERV. അപ്പം അതും നിങ്ങളതിനകത്ത് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് 2 വോളിയങ്ങളാണുള്ളത്, ടൈഡൽ വോളിയവും റെസിഡൽ വോളിയവും. അപ്പം അതും നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. നെക്സ്റ്റ് ഉള്ള വോളിയം എന്താണ്? ടൈഡൽ വോളിയവും റെസിഡൽ വോളിയവുമാണ്. എന്താണ് ടൈഡൽ വോളിയം? ടൈഡൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ ഉറക്കത്തിലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ബലമൊന്നും കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വോള്യത്തിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ദ വോളിയം ഓഫ് എയർ വിച്ച് നോർമലി enters and goes out of the lungs is called tidal volume. മലയാളത്തിൽ എഴുതാൻ എളുപ്പമാണ്. സാധാരണയായി ഒരു മനുഷ്യൻ്റെ ശ്വാസകോശത്തിലേക്ക് ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന വോളിയം സാധാരണ ഒരു 500 ml ആണ്. ചിലർക്ക് 800 ml ഒക്കെ ആകും, ചിലരുടെ വോളിയം കൂടുതലായിരിക്കും. അപ്പം അതാണ് ഇതിനകത്ത് നിങ്ങൾ എഴുതേണ്ട കാര്യം. ടൈഡൽ വോളിയം എന്താണ്? ദ വോളിയം ഓഫ് എയർ വിച്ച് enters, the volume of air which enters into lungs, which enters into lungs or goes out of the lungs. അപ്പം ഉള്ളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരികയോ പുറത്തേക്ക് പോവുകയോ ചെയ്യുന്ന സാധാരണ അളവിനെയാണ് 500 ml എന്ന് വിളിക്കുന്ന അളവിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഗോസ് ഔട്ട് ഓഫ് ദ ലങ്സ്. അപ്പം മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി, സാധാരണഗതിയിൽ ശ്വാസകോശത്തിനുള്ളിലേക്ക് കയറുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യുന്ന വോളിയം. ദ വോളിയം ഓഫ് എയർ വിച്ച് enters goes out of the lungs is called tidal volume. ഈസ് കാൾഡ് ടൈഡൽ വോളിയം. എത്രയാണ് അതിൻ്റെ അളവ് എന്നറിയുമോ? ടൈഡൽ വോളിയം ഈസ് ഈക്വൽ ടു 500 to 800 ml ആണ്.
500 to 800 ml. ഇനി റെസിഡൽ വോളിയമാണ് അവിടെ ചോദിച്ച മറ്റൊരു വോളിയം. എന്താണ് റെസിഡൽ വോളിയം? എത്ര കളഞ്ഞാലും ലങ്സിൽ കുറച്ച് ബാക്കി ഉണ്ടാവും. മനസ്സിലായില്ലേ? നിങ്ങൾ ബലം കൊടുത്ത് ഹ ഹ ഹ എന്നൊക്കെ പറഞ്ഞ് കളഞ്ഞാലും അതിനകത്ത് കുറച്ച് ബാക്കി ഉണ്ടാവും. അതിനെയാണ് റെസിഡൽ വോളിയം എന്ന് പറയുന്നത്. ദ വോളിയം ഓഫ് എയർ വിച്ച് റിമൈൻസ് ഇൻ ലങ്സ് ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. നിങ്ങൾ ബലം കൊടുത്ത് പുറത്തേക്ക് കളഞ്ഞോളൂ, എന്നാലും ബാക്കിയാവുന്നതാണ് റെസിഡൽ വോളിയം. റെസിഡൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബാക്കി എന്നാണ്. അപ്പോൾ റെസിഡൽ വോളിയം എന്ന് പറഞ്ഞാൽ ദ വോളിയം ഓഫ് എയർ വിച്ച് റിമൈൻസ് ഇൻ ലങ്സ്, വിച്ച് റിമൈൻസ് ഇൻ ലങ്സ്. എപ്പം? ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ, ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചത് തന്നെയാണ്. ബലം കൊടുത്ത് അതിനകത്ത് പുറത്തേക്ക് കളഞ്ഞാലും ലങ്സിൽ ബാക്കിയാകുന്ന വോളിയം. നോർമലി അതിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 1200 മുതൽ 1200 ml വരെയാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് അറൗണ്ട് 1100 മുതൽ 1200 ആണ് അതിൻ്റെ മാക്സിമം. അതിനകത്ത് ചിലർക്ക് അതിനകത്ത് 1100 ആയിരിക്കും. 1100 ml മുതൽ 1200 ml ആണ് എപ്പോഴും നമ്മുടെ ലങ്സിൽ ബാക്കിയാവുന്നത്. അപ്പം ഇതും സെറ്റാണെങ്കിൽ അതിനകത്ത് ലൈക്ക് അടിക്കൂ, അതിനകത്ത് ലൈക്ക് അടിക്കൂ, ലൈക്ക് അടിക്കൂ, ലൈക്ക് അടിക്കൂ. സെറ്റായി കഴിഞ്ഞാൽ, എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, മലയാളവും വേണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. മലയാളം എഴുതി വെക്കാം. സാധാരണഗതിയിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഉറങ്ങുമ്പോൾ ഒക്കെ ഒരു മനുഷ്യൻ്റെ ലങ്സിലോട്ട് കയറുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന വോളിയം. പിന്നീട് നിങ്ങൾ അതിനകത്ത് എഴുതേണ്ടത് റെസിഡൽ വോളിയമാണ്. അതിനെ നിങ്ങൾ എഴുതി വെക്കുക. എത്ര കളഞ്ഞാലും ലങ്സിൽ ബാക്കിയാവും. നിങ്ങൾ ബലം കൊടുത്ത് പുറത്തേക്ക് വിട്ടാൽ പോലും ലങ്സിൽ പിന്നെയും ഒരു 1200 ml ഉണ്ടാകും. ഓക്കെ ആണോ? എഴുതി കഴിഞ്ഞവർ ലൈക്ക് അടിക്കൂ. നമ്മൾ വി ആർ മൂവിങ് ഇൻ ടു നെക്സ്റ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോളിയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഡാഷ് ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ദ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. ലങ്സിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് ബ്രോങ്കയും ബ്രോങ്കിയോൾസും ഒക്കെ, കുഴലുകളാണ്. മനസ്സിലായില്ലേ? അതിലൊക്കെ എന്ത് വരിക? പഴുപ്പ് വരിക. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴുപ്പ് വരികയാണ്. അപ്പം ലങ്സിൻ്റെ ഉള്ളിലൊക്കെ ഇൻഫ്ലമേഷൻ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്വാസം പോകുമ്പോൾ വീസിങ് സൗണ്ട് വരിക. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആസ്മ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം വാട്ട് ഈസ് ആസ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആസ്മ എന്നാണ്. ശ്വാസം പോകാൻ ബുദ്ധിമുട്ട്, അതിന് ആൻസർ എന്താണ്? ആസ്മ എന്നാണ് ആൻസർ. ആസ്മ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, വീസിങ് ഏത് കണ്ടീഷനിലാണ് കാണാറുള്ളത്? വീസിങ് എന്ന് പറഞ്ഞാൽ ഒരു തരം അങ്ങോട്ട് പോകുമ്പോൾ ഒരു തരം പ്രത്യേക സൗണ്ട്. മനസ്സിലായില്ലേ? ഒരു എന്താ പറയുക, ഒരു ചൂളം വിളിക്കുന്ന പോലെ ഒരു സൗണ്ട്. ഈ കഫൊക്കെ കെട്ടി നിന്നിട്ടേ ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു ചെറിയ ഒരു സൗണ്ട് വരുന്നതിനെയാണ് വീസിങ് സൗണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ അത് ആസ്മയിലാണ് അതിനകത്ത് കാണുക. അപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കോസിങ് വീസിങ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആസ്മയാണ്. മനസ്സിലായില്ലേ? ആസ്മയാണ്. ആസ്മ എന്ന് പറയുന്ന അതിലാണ് ലങ്സിനകത്ത് പഴുപ്പ് വന്നിട്ട് ശ്വാസം പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുക. ആസ്മക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആസ്മ എന്നവർക്ക്. അപ്പം ഒരു വീസിങ്, ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇത് എഴുതി വെക്കൂ, ഇത് എഴുതി വെക്കൂ. ഡാഷ് ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. കോസിങ് ഒരു സൗണ്ടും ഉണ്ടാവും, വീസിങ് സൗണ്ട് എന്ന് പറയും, ഒരു ചൂളം വിളിക്കുന്ന സൗണ്ട്. ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ ചൂള വിളിക്കുന്ന പോലത്തെ സൗണ്ട്. മനസ്സിലായി? ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. അതിനകത്ത് ലങ്സിൻ്റെ ഉള്ളിലുള്ള ട്യൂബുകളാണ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. അതൊക്കെ അടഞ്ഞു പോകുന്നതുകൊണ്ടും അത് പഴുപ്പ് വരുന്നതുകൊണ്ടൊക്കെയാണ്. ഓക്കെ, അടഞ്ഞ് കംപ്ലീറ്റ് അടയുന്നില്ല, കഫം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ്. ദാറ്റ്സ് ഓൾ ആസ്മ. അപ്പോൾ ആസ്മ എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. സോ അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ക്യാരീഡ് ബൈ ഹീമോഗ്ലോബിൻ ആസ്. കാർബൺ ഡൈ ഓക്സൈഡും നമുക്കറിയാം ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്നാൽ നമ്മൾ എന്താ അതിനെ വിളിക്കുക? ഓക്സി ഹീമോഗ്ലോബിൻ എന്നാണ്. ലങ്സിൽ വെച്ചിട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേരും. അങ്ങനെ ഹീമോഗ്ലോബിൻ എന്ന ബസ്സിൽ കയറി ഓക്സിജൻ എല്ലായിടത്തേക്കും പോകും. ഓക്സി ഹീമോഗ്ലോബിൻ.
തിരിച്ച് ഹീമോഗ്ലോബിൻ്റെ കൂടെ ആര് വരും? കാർബൺ ഡൈ ഓക്സൈഡ് വരാറുണ്ട് തിരിച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് പോകാൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനും കൂടി ചേർന്നാൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? കാർബോക്സി ഹീമോഗ്ലോബിൻ എന്നല്ല, കാർബമിനോ ഹീമോഗ്ലോബിൻ എന്നാണ്. കാർബമിനോ ഹീമോഗ്ലോബിൻ. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനെ കൊണ്ടുപോകുന്നത് ഏത് രൂപത്തിലാണ്? കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന രൂപത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ അവിടെ കൊണ്ടുപോയി ഇറക്കും, ഹീമോഗ്ലോബിന് കാലിയായി, ബസ് കാലിയായി, അവിടുന്ന് ഈ ബസ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് കയറും, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കൊണ്ടുപോയി വിടും. ഹീമോഗ്ലോബിൻ്റെ പണി അതാണ്. ഓക്സിജനെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി ഇറക്കുക, അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ കൊണ്ടുപോയി വിടുക. അപ്പം അതാണ് നമ്മുടെ ലങ്സിൽ നടക്കുന്ന ഹീമോഗ്ലോബിൻ്റെ പണി. ഹീമോഗ്ലോബിൻ്റെ പണി എന്താണ്? നിങ്ങൾ ഈ ശ്വാസം വലിക്കൂലേ, അപ്പോൾ നിങ്ങളുടെ ശ്വാസകോശത്തിൽ എന്തെത്തി? ഓക്സിജൻ എത്തി. അപ്പോൾ ഹീമോഗ്ലോബിൻ അങ്ങോട്ട് വരും, ഓക്സിജൻ ഹീമോഗ്ലോബിനോട്ട് കയറും. അപ്പോൾ ഹീമോഗ്ലോബിൻ ഇങ്ങനെ പോയി എല്ലായിടത്തും ഓക്സിജനെ കൊടുക്കും. ബ്രെയിനിൽ, കാലിൽ, കയ്യിൽ ഓക്സിജൻ ആവശ്യമുള്ള എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഹീമോഗ്ലോബിൻ്റെ ബസ് കാലിയാവുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആര് കയറും? കാർബൺ ഡൈ ഓക്സൈഡ് കയറും. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുവന്ന് വീണ്ടും ലങ്സിലാക്കി കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പം ഇതാണ് ശ്വസനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുവരുമ്പം അതിനെ വിളിക്കുന്ന, കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ചേർന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുന്നു. സോ ഇതിനകത്ത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വീണ്ടും ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഇൻ വിച്ച് ഓക്സിജൻ ആൻഡ് ഡിസോസിയേഷൻ ഒക്കേഴ്സ്. എവിടെയൊക്കെയാണ് ഓക്സിജൻ അസോസിയേഷനും ഡിസോസിയേഷനും നടക്കുക എന്നുള്ളതാണ്. ഇനി ഡിസോസിയേഷൻ്റെ ഫാക്ടേഴ്സ് അവിടെ ചോദിച്ചത് കണ്ടില്ലേ? അപ്പം ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്. നാളെ നിങ്ങൾ ഇത് എനിക്ക് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? സെൻഡ് ചെയ്ത് തരണം. അപ്പം ഇതിൻ്റെ ആൻസർ എവിടെ, ഇതിനകത്ത് എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത്രയും ഗ്രാഫുകൾ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഐഡൻറ്റിഫൈ ദ പാർട്സ്. എവിടെയാണ് സംഭവിക്കുന്നത്? അസോസിയേഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? ഡിസോസിയേഷൻ എവിടെയാണ് സംഭവിക്കുന്നത് എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അതിനകത്ത് എനിക്ക് സെൻഡ് ചെയ്യേണ്ടത്. അസോസിയേഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? ഡിസോസിയേഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആക്കാം. ഇതിപ്പം തീരും, ഇത് തീരാറായി. മോഡൽ 2 ഈ ചാപ്റ്റർ തീരാറായി. ഈ ചാപ്റ്ററിന് അറൗണ്ട് ഒരു 5 മാർക്ക്, ഒരു 3 to 5 എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എവിടെ വെച്ചിട്ടാണ്, നമുക്കറിയുന്നതല്ലേ എവിടെ വെച്ചിട്ടാണ് അസോസിയേഷൻ നടക്കുക? ഐഡൻറ്റിഫൈ ദ പാർട്ട് വിച്ച് എവിടെയാണ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കുക? അപ്പോൾ ലങ്സിൽ വെച്ചിട്ടാണ്. ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ എവിടെ വെച്ചിട്ടാണ്? ലങ്സിൽ വെച്ചിട്ടാണ്. ആൻഡ് ഡിസോസിയേഷൻ എവിടെ വെച്ചിട്ടാണ്? ഡിസോസിയേഷൻ എവിടെ വെച്ചിട്ടാണ്? അസോസിയേഷൻ നമുക്കറിയാം ലങ്സിൽ വെച്ചിട്ടാണ്. അസോസിയേഷൻ എവിടെ വെച്ചിട്ടാണ്? ലങ്സിൽ വെച്ചിട്ടാണ്. ഡിസോസിയേഷൻ എവിടെ വെച്ചിട്ടാ? ഡിസോസിയേഷൻ ടിഷ്യൂസിൽ വെച്ചിട്ടാണ്, കോശങ്ങളിൽ വെച്ചിട്ടാണ്. ഓക്കെ ആണോ? അതിനകത്ത് എന്ത് ചോദിച്ചാൽ? അതിനകത്ത് എന്തെങ്കിലും ചോദിച്ചില്ലല്ലോ. ഡിസോസിയേഷൻ എവിടെ വെച്ചിട്ടാണ്? ടിഷ്യൂസിൽ വെച്ചിട്ടാണ്. പിന്നെ മെൻഷൻ എനി 2 ഫാക്ടേഴ്സ്. ഡിസോസിയേഷൻ്റെ ഫാക്ടേഴ്സാണ് പറയാൻ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ, ഇത് ക്വസ്റ്റ്യൻ 1, ഇത് 2. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസർ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു. ഡിസോസിയേഷൻ എന്ത് ചെയ്യാണ്? ഡിസോസിയേഷൻ ടിഷ്യൂസിലാണ് നടക്കുക. ഇനി ഇതിലെ നമ്മുടെ എന്താ ചോദിച്ചത്? ഇവിടെ ഡിസോസിയേഷൻ്റെ ഫാക്ടേഴ്സാണ് ചോദിച്ചത്. രണ്ടാമത്തെ ആൻസർ ഡിസോസിയേഷൻ്റെ ഫാക്ടേഴ്സാണ്. ഡിസോസിയേഷൻ്റെ ഫാക്ടേഴ്സ് എന്താണെന്ന്? ഡിസോസിയേഷൻ്റെ ഫാക്ടേഴ്സ് എന്താ? ഡിസോസിയേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഡിസോസിയേഷനെ ഫേവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടിഷ്യൂസിലാണ്. വിട്ടു കൊടുക്കുന്നതിനെ ഫേവർ ചെയ്യുന്നത് അവിടെ എന്താണ്? ഓക്സിജൻ കുറവാണ്. ഓക്സിജൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ എന്നൊക്കെ എഴുതാട്ടോ. PO2 ഡിക്രീസ്ഡ്. പിന്നെ ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതിയതാണ്. PCO2 അവിടെ എന്താണ്? കൂടുതലാണ്. H+ അവിടെ എന്താണ്? കൂടുതലാണ്. ഡിസോസിയേഷൻ ആകുമ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ. അസോസിയേഷൻ ആകുമ്പോൾ തിരിച്ച്. അസോസിയേഷൻ ലങ്സിലാണ്. അപ്പോൾ ലങ്സിൻ്റെ ഓരോ ഓപ്പോസിറ്റ്. ലങ്സിൽ ഓക്സിജൻ ഉണ്ടാവും നമുക്കറിയാമല്ലോ. അപ്പോൾ ടിഷ്യൂസിൽ ഓക്സിജൻ ഉണ്ടാവില്ല. ടെമ്പറേച്ചർ ഇവിടെ കൂടുതലായിരിക്കും.
അപ്പം ഇതാണ് ഡിസോസിയേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ഡിസോസിയേഷൻ. ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ഡിസോസിയേഷൻ. അതൊക്കെ ആൾറെഡി അവിടെ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഫുൾ ഫോം എഴുതാനാണ്. ടി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈഡൽ വോളിയമാണ്. ടി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈഡൽ വോളിയമാണ്. അപ്പോൾ എയുടെ ആൻസർ അതാണ്. ആർ വി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിഡുവൽ വോളിയമാണ്. ആർ വി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിഡുവൽ. റെസിഡുവൽ വോളിയം. അപ്പോൾ ആർ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയാകുന്ന വോളിയമാണ്. റെസിഡുവൽ വോളിയം. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? ടി വി എന്ന് പറഞ്ഞാൽ ടി വി. ഇനി വീണ്ടും ഗ്രാഫ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് റൈറ്റ് ദ ആൻസർ ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ദ ഗ്രാഫ്. നമുക്കറിയാം ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ്. ഈ ഗ്രാഫിൻ്റെ പേരെന്താണ്? ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഡിസോസിയേഷൻ കർവ്. ഇനി എന്താണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ? ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. അസോസിയേഷൻ്റെ ഫാക്ടേഴ്സ് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് അല്ലേ? ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഓക്കെ അല്ലേ? ഫാക്ടേഴ്സ് ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്ന ലങ്സിലെ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചത്. ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലങ്സിലെ ഫാക്ടേഴ്സ്. ലങ്സിൽ എന്താ നമുക്ക് ഫാക്ടേഴ്സ് അറിയില്ലേ? ലങ്സിലെ ഫാക്ടേഴ്സ് എന്താ? ഈ ഓക്സിജൻ ലങ്സിൽ കൂടുതലാണ്, മറ്റതൊക്കെ എന്താണ്? കുറവാണ്. ഓക്കെ അല്ലേ? ബൈൻഡിങ് ഓഫ് ഓക്സിജൻ എവിടെയാണ് വയ്ക്കുന്നത്? ലങ്സിലാണ്. അപ്പോൾ ലങ്സിലെ ഫാക്ടേഴ്സ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, ലങ്സിൽ ഓക്സിജൻ കൂടുതലും മറ്റൊക്കെ കുറവാണ്. ഓക്കെ. പിന്നെ വീണ്ടും ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് സൗണ്ട് ഉണ്ടാവുന്നത് എന്ന്. ഇൻ ഹ്യൂമൻ ബീയിങ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. സൗണ്ട് ഉണ്ടാവുന്നത് ലാരിങ്സിൽ നിന്നാണ്. മനസ്സിലായില്ലേ? സൗണ്ട് ഉണ്ടാവുന്ന ഏരിയനെ വിളിക്കുന്ന പേരാണ് ലാരിങ്സ്. അപ്പം എല്ലാവരും ഇത് എഴുതി വെക്കൂ. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. സൗണ്ട് ബോക്സ് ചോദിക്കാറുണ്ട്. മനുഷ്യൻ്റെ സൗണ്ട് ബോക്സ് ഏതാണ്? മനുഷ്യൻ്റെ സൗണ്ട് ബോക്സ് ആണ് ലാരിങ്സ്. ലാരിങ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് വരത്തില്ല. മനസ്സിലായില്ലേ? ഇനി വാട്ട് ഈസ് നോർമൽ റെസ്പിറേറ്ററി റേറ്റ്? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് 72 തവണ ഇടിക്കാറുണ്ട് പൊതുവെ. നെഞ്ചിടിക്കുന്നത് നമുക്കറിയാം. എത്ര തവണയാണ് ഇടിക്കാറുള്ളത്? ഒരു 72 ഒക്കെയാണ്. നിങ്ങളുടെ നെഞ്ചിടിപ്പ്, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ നെഞ്ചിടിപ്പ്, നിങ്ങളുടെ കയ്യിലേ രക്തം തുള്ളുന്നത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് നെഞ്ചിടിപ്പ് നമ്മൾ പറയാറുണ്ട് മിനിറ്റിൽ, ഒരു മിനിറ്റിൽ 72 ആണ്. ഒരു മിനിറ്റിൽ 72 തവണ ഇടിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ എത്ര തവണ ശ്വാസം പുറത്തേക്കും അകത്തേക്ക് വരുന്നുണ്ട്? ശ്വാസം അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നതിനെയാണ് ഒരു ശ്വാസം, ഒരു റെസ്പിറേഷൻ. അങ്ങനെ എത്ര ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ടാവും? അതിൻ്റെ അളവിനെയാണ് നമ്മൾ അത് 12 മുതൽ 16 തവണയാണ്. മനസ്സിലായില്ലേ? 12 തവണ നിങ്ങൾ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പം ഒരു മിനിറ്റിൽ എത്രയാണ്? 12 to 16 ടൈംസ് പെർ മിനിറ്റ് ആണ്. ഇനി നമ്മൾ പുറത്തേക്ക് വിടുന്ന വോളിയം, ഇങ്ങനെ ഈ കുറേ ടൈഡൽ വോളിയം, ആ വോളിയം, ഈ വോളിയം എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് സ്പൈറോമീറ്റർ. നമ്മുടെ ലങ്സിൽ നിന്ന് എത്ര വോളിയമാണ് പോകുന്നത്? ഇപ്പോൾ ചില ആളുകൾക്ക് ആസ്മയൊക്കെ വന്നാൽ അവരെ ലങ്സിൻ്റെ വോളിയൊക്കെ കുറയും. അവർക്ക് പുറത്തേക്ക് പോകാനുള്ളതും അകത്തേക്ക് കയറുന്ന വോളിയൊക്കെ കുറയും. അപ്പോൾ സ്പൈറോമീറ്റർ എന്ന് പറയുന്ന മെഷർമെൻ്റാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്യുക നമ്മളെ ലങ്സിൽ എത്ര വോളിയം പുറത്തേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ അറിയാൻ. അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലങ്സിൻ്റെ ഫംഗ്ഷനൊക്കെ അസസ് ചെയ്യാൻ ആസ്മയുള്ള രോഗികൾക്കൊക്കെ ഡോക്ടർ അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് സ്പൈറോമീറ്റർ. അപ്പോൾ അസസ് ദ ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഓഫ് പൾമണറി ഫംഗ്ഷൻ എന്നാണ് അതിൻ്റെ ആൻസർ. ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഓഫ് പൾമണറി ഫംഗ്ഷൻ. അപ്പോൾ ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് സ്പൈറോമീറ്റർ വെച്ചിട്ടാണ്. ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഓഫ് പൾമണറി ഫംഗ്ഷൻ. ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഓഫ് ലങ് ഫംഗ്ഷൻ എന്ന് എഴുതിയാലും മതി. ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഓഫ് പൾമണറി ഫംഗ്ഷൻ. പൾമോണറി ഫംഗ്ഷൻ.
അപ്പം ഇതാണ് അതിനകത്തുള്ള കാര്യങ്ങൾ. എഴുതി കഴിഞ്ഞോ? അപ്പം ഇതിനകത്ത് സാധാരണ ഒരു മിനിറ്റിൽ എത്ര ശ്വാസം വിടും? 12 തവണ ശ്വാസം വിടും. ചില ആളുകൾ പെട്ടെന്ന് ചിലപ്പോൾ ഓടുമ്പോഴേക്കും അങ്ങനെ കൂടുതൽ കൂടും. പക്ഷെ നോർമലി ഒരു റേറ്റ് എന്ന് പറയുന്നത് 12 മുതൽ 16 വരെയുള്ള ഒരു റേറ്റാണ്. പിന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വോള്യം, എത്ര വോള്യം വിടുന്നുണ്ട്, എത്ര 500 ml ആണോ എത്ര ml ആണെന്നൊക്കെ അറിയാനുള്ളതാണ് സ്പൈറോമീറ്റർ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്? ലങ്സിൻ്റെ ശരിയായ പ്രവർത്തനത്തെ ഡോക്ടർ ചെക്ക് ചെയ്യാനും ലങ്സിൻ്റെ ഫങ്ഷൻ പ്രോപ്പറാണോ എന്ന് നോക്കാൻ ഉപകരിക്കും. ലങ്സിൻ്റെ ഫങ്ഷൻ പ്രോപ്പറാണോ എന്ന് നോക്കാൻ. ലങ്സിൻ്റെ ഫങ്ഷൻ പ്രോപ്പറാണോ എന്ന് നോക്കാൻ. അപ്പോൾ ഓക്കെ ആണോ? ഇത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം തീരും ഇതിനകത്ത് ഈ ചാപ്റ്റർ. യെസ്, അപ്പം ഇതുവരെയാണ് 2020 വരെ വന്ന മാർച്ചിലെ അല്ല കേട്ടോ, ഇത് മോഡലിലേക്കൊക്കെയാണ് ഇതിനകത്ത്. വി വെയർ മൂവിങ് ഇൻ ടു മോഡലാട്ടോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏറ്റവും തവണ ചോദിച്ചത് വോള്യങ്ങളാണ്, പിന്നെ ഗ്രാഫാണ്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങും. പക്ഷേ അതിന് മുന്നേ ഈ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഇതുവരെ ചോദ്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ഒരു ഡയഗ്രം ഉണ്ട്. അതുപോലെ തന്നെ